തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. അതെ, ഈ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭക്തി നാം പ്രചരിപ്പിക്കുന്ന മാസമാണല്ലോ. തിരുഹൃദയ നൊവേന ചൊല്ലിയും തിരുഹൃദയത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ കുർബാനകൾ കാഴ്ചവെച്ചുമൊക്കെ നാം പ്രാർത്ഥിക്കുന്ന മാസം. ഫ്രാൻസിലെ പാർലെമോണിയയിലെ വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലെ ഒരു സാധാരണ സിസ്റ്ററായ സിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്കിന് 1673 മുതൽ 1675 വരെ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നതിന്റെ ഒരു അടയാളവും ഒക്കെയാണ് ഈ തിരുഹൃദയ തിരുനാൾ. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് പിൽക്കാലത്ത് ഈശോയുടെ ചങ്കായി തീർന്നു. കാരണം മറ്റെല്ലാ വിശുദ്ധരെയും ഈശോ സ്നേഹിച്ചപ്പോൾ മാർഗരറ്റ് മേരിക്ക് ഈശോ നൽകിയത് ഈശോയുടെ ചങ്ക. പിന്നെങ്ങനെ അവൾ ഈശോയുടെ ചങ്കായി മാറാതിരിക്കും? അവൾ വഴി ഈശോ നൽകിയ 12 വാഗ്ദാനങ്ങളുണ്ട്. തിരുഹൃദയത്തിന്റെ 12 വാഗ്ദാനങ്ങൾ. അത് ഇങ്ങനെയാ: 1. ക്ലേശിതർക്ക് ആശ്വാസം നൽകും. എന്റെ തിരുഹൃദയത്തിന്റെ രൂപം പൂജിച്ച് വണങ്ങുന്ന എല്ലാ കുടുംബങ്ങളിലും ഞാൻ സമാധാനം നൽകും. തിരുഹൃദയത്തെ സ്നേഹിക്കുന്ന വൈദികർക്ക് തിരുഹൃദയത്തിന്റെ ശക്തി അനുസരിച്ച് കഠിനഹൃദയരെ മാനസാന്തരപ്പെടുത്താനുള്ള വരങ്ങൾ നൽകും. അതുപോലെ തിരുഹൃദയത്തിന്റെ സ്തുതിക്കായി 9 മാസാദ്യ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മരണനേരത്ത് ആവശ്യമായ എല്ലാ കൂദാശകളും സ്വീകരിച്ച് മരിക്കാനായിട്ട് കൃപ വരും. മന്ദഭക്തർ തീക്ഷ്ണതയുള്ളവരായി തീരും. തീക്ഷ്ണതയുള്ളവരാകട്ടെ മഹാപരിപൂർണതയിലേക്ക് നയിക്കപ്പെടും. ഇങ്ങനെ 12 വാഗ്ദാനങ്ങൾ. ഈശോയുടെ തിരുഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിൽ അധികം ദൂരമൊന്നുമില്ലെന്നേ. മറിച്ച് കുത്തിപ്പിളർക്കപ്പെടലുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഇല്ലാതാക്കപ്പെടലുകളുടെയും ഒക്കെ മധ്യേ പരിഭവങ്ങളും പരാതികളും ഒഴിയാതെ അതെല്ലാം സ്നേഹത്തിന്റെയും സ്വയം ദാനത്തിന്റെയും ഒക്കെ നല്ല നിമിഷങ്ങളാക്കി മാറ്റിയാൽ നിന്റെ ഹൃദയവും ഈശോയുടെ തിരുഹൃദയം പോലെയായി തീരും. ഹൃദയമില്ലാത്തവരുടെ അല്ലെങ്കിൽ മനസാക്ഷി മരവിച്ചവരുടെ ഈ ലോകത്ത് നാമൊക്കെ ജീവിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഹൃദയമുള്ളവരായി തീരുക. മറ്റുള്ളവർക്ക് മുൻപില്, അവരുടെ നൊമ്പരങ്ങൾക്ക് മുൻപില് നിന്റെ ഹൃദയം തുറന്നു വെക്കാൻ നിനക്കാവട്ടെ എന്ന്. ഈ ഒരു ജൂൺ മാസം മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുൻപില് നാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റാരോടും പറയാതെ ഉള്ളിലൊതുക്കി വെക്കുന്ന എല്ലാ നൊമ്പരങ്ങളും തിരുഹൃദയത്തിന് മുൻപിൽ നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ മനസ്സിന്റെ വിങ്ങലുകള്, മറ്റുള്ളവര് നമ്മോട് പങ്കുവച്ചിട്ടുള്ള നൊമ്പരങ്ങള്, നമ്മുടെ നിയോഗങ്ങള് ഒക്കെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. ആ ഹൃദയത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആശ്വാസം വളരെ വലുതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം